ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ 5G വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം, അതേപോലെ ഫ്രണ്ട് ബ്രേക്ക്, സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിലവിൽ നമുക്ക് ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഫ്രണ്ട് വീൽ അയച്ചാണ്, അതിന് ശേഷം ബാക്ക് കൂടി അയച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യും കേട്ടോ. അതേപോലെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ തീരെ മോശമായിട്ടൊന്നുമില്ല, കമ്പനി ഫിൽറ്ററിൻ്റെ കിടക്കണേ. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ബെൻഡെക്സ് യൂണിറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് ഇവിടെ നോക്കുമ്പോൾ ഈ ഇതൊക്കെ കറക്റ്റ് റിട്ടേൺ വരാത്തൊരു കണ്ടീഷൻ ഉണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ കുഴപ്പമില്ലതാണ്. മെയിൻ കംപ്ലയിൻറ്റ് ബാറ്ററിയാണ്. ഇപ്പോൾ ബെൻഡെക്സിൽ ഇതിങ്ങനെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. തൽക്കാലം നമുക്ക് ലൂബ്രിക്കേഷനൊക്കെ വേണമെങ്കിൽ കൊടുത്തിട്ട് കയറ്റിയിടാം. മാറ്റിയിടാണെങ്കിൽ അതാണ് സേഫ്. പിന്നീട് അതിൻ്റെ തലവേദനയായിട്ട് നടക്കണ്ട. ഇനി അതല്ലെങ്കിൽ നമുക്ക് തൽക്കാലം നമുക്ക് ലൂബ്രിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് കംപ്ലൈൻറ്റ് കാണിച്ച് അയച്ച് മാറ്റണമെന്നുള്ളൂ. നിലവിൽ അതിൻ്റെ ആരംഭമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ബെൽറ്റിൻ്റെ കണ്ടീഷനായാലും കുഴപ്പമൊന്നുമില്ല, നല്ല ബെൽറ്റ് കിടക്കണം. നമുക്കതിന് പവർ ലിങ്കിൻ്റെ ബെൽറ്റാണ്, ഹോണ്ടയുടെ തന്നെ ബെൽറ്റാണ്. അത്യാവശ്യം നല്ല ലൈഫുള്ള മോഡലാണത്. അത് നിലവിൽ വേറെ ഒന്നും കുഴപ്പമില്ല, തൽക്കാലം തന്നെ കിടന്നാൽ മതി. ക്ലച്ച് യൂണിറ്റായാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലച്ച് ഡ്രമ്മിൻ്റെ യൂണിറ്റായാലും വേറെ ചെറിയ സ്ക്രാച്ചസൊക്കെ ഉണ്ട്. കാര്യമായിട്ടുള്ള പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. നമുക്ക് വാട്ടർ പേപ്പർ ഒന്ന് പിടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഹെഡിൻ്റെ അവിടുത്തെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്യാസ്കറ്റ് ലീക്ക് ആയിട്ടാണ്. അതൊക്കെ ഇവിടെ നമുക്കത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയി പോകും. ചോക്കിൻ്റെ കേബിള്, ചോക്ക് വർക്കിംഗ് ഓക്കെയാണ്. ഐസൊലേറ്റർ കേബിളിൻ്റെ ആയാലും കേബിൾ വേറെ പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 1-2 പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നുണ്ട്. ചെറുതായിട്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു അടി വരുന്നുണ്ട്. അത് ഹാൻഡിൽ തിരിയണ ഭാഗത്ത് വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയും, അത് ചെറുതായിട്ട് ലൂസായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം. കൂടുതൽ പ്രശ്നമാണെങ്കിൽ നമുക്ക് അടുത്ത സർവീസിലേക്ക് മാറ്റാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഉപയോഗിക്കാനുണ്ട്. ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ഫ്രണ്ടിലത്തെ ലിങ്ക് ബുഷും ഗ്രീൻ ബുഷൊക്കെ ആയാലും നമുക്കൊന്ന്, ഗ്രീൻ ബുഷ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. ഈ സൈഡ് ഇച്ചിരി ലൂസായിട്ടുണ്ട്. ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് മതി. ഇവിടുത്തേതാണ് ഇത്ര ഇച്ചിരി ഓവലായിട്ട് ലൂസാണ്, വളരെ ഫ്രീ ആയി പോയി. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടായിരുന്നു. പിന്നെ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ബാറ്ററിയുടെ ദിവസമാണെന്ന് പറഞ്ഞല്ലോ. ബാറ്ററി നമുക്ക് ഇതുമ്മേ ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. മോഡൽ വന്നിട്ട് 2020 മോഡലാണ്. 2020 മോഡൽ 12-ാം മാസത്തെ ബാറ്ററി. 2020 12-ാം മാസത്തെ ബാറ്ററിയാണ്. നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ വോൾട്ട് ഓൾറെഡി കുറവാണ്. കാരണം എന്താ വെച്ചാൽ ചാർജ് മൈനൂട്ടായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് രാവിലേക്ക് എടുക്കുമ്പോൾ സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ട്. എന്നാൽ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് ഓടി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെൽഫൊക്കെ അടിച്ച വണ്ടി എടുക്കും. കാരണം എന്താ വെച്ചാൽ അപ്പോഴത്തേക്കും വണ്ടിമേന്ന് ചാർജ് കയറും. അപ്പോൾ അതുകൊണ്ടാണ് ആ സെൽഫ് അടിക്കുക. നമ്മളിപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ടെസ്റ്റിനകത്ത് നമുക്ക് ഇതിനകത്ത് കാണിക്കുന്നത് ഡെഡായിട്ട് ബാഡായിട്ട് കാണിക്കുന്നതാണ്. കൃത്യമായിട്ട് അതിനകത്ത് ബാഡ് ഡാമേജ്, സെൽ ഡാമേജ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ബാഡ് സെല്ലെന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റിയാൽ തന്നെയാണ് സെൽഫിൻ്റെ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. പിന്നെ നമ്മൾ ചെറുതായിട്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരു ജെർക്കിങ് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഈ ഹാൻഡിൽ കവറിൻ്റെ അതേ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ സ്ക്രൂ ചെയ്യണ ഭാഗത്ത് പൊട്ടിയിരിക്കുക. അത് ഫൈബർ ബോഡിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വെയിലത്തൊക്കെ ഇരുന്ന ഫൈബർ ഹാർഡാവും. തന്നെയല്ല നമുക്ക് ഫ്രണ്ടിലെ ഈ ബെയറിങ് ചെറിയ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ട് ഫ്രണ്ടിലൊരു ചാട്ടും അതിൻ്റേതായ ഒരു ഷെയ്ക്കും വരുന്നുണ്ട്. അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ് ഈ പൊട്ടൽ വീണേക്കണേ. അപ്പോൾ തൽക്കാലം നമുക്ക് അതിൻ്റെ ഒരു അഡീഷണൽ ഒരു വാഷ് കൊടുത്തിട്ട് നമുക്ക് തൽക്കാലം നിർത്താം. അതാണ് ചെയ്യാൻ പറ്റുക. ഇനി അങ്ങടേക്ക് പോകുന്തോറും ഇത് പൊട്ടൽ കൂടി വരുള്ളൂ. തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. അത് ഏകദേശം 10,000 രൂപ എടുത്തിട്ട് നമുക്ക് പോസ്റ്റ് വന്ന പീസാണ്. തൽക്കാലം അപ്പോൾ ഒന്നും ചെയ്യേണ്ട, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി. പിന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ആയാലും നല്ല ഫിൽറ്ററാണ്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ നമുക്ക് ബാക്കിലത്തെ ഈ ഓൾറൗണ്ട് ഗാർഡിൻ്റെ അവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ വെൽഡ് ചെയ്ത് തരുന്നതാണ്. സെപ്പറേറ്റ് നമ്മൾ അഡീഷണൽ ഒരു ക്ലാമ്പും കൂടിയും കൊടുത്തിട്ടുണ്ട് അതിനകത്തിട്ട്. അത് തൽക്കാലം അങ്ങനെ നിർത്താനേ പറ്റുള്ളൂ. അത് വെൽഡ് ചെയ്താലും ഇടയ്ക്കിടയ്ക്ക് പൊട്ടിപ്പോകുന്നുണ്ടിരിക്കും. അപ്പോൾ നിലവിൽ ബാറ്ററി അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് വീഡിയോ കണ്ടേപ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം.